ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഈ നാമജപം ഇല്ലെങ്കിൽ ലളിത സഹസ്രനാമം ഇത് 100 പ്രാവശ്യമോ അല്ലെ 1000 പ്രാവശ്യമോ ഈ നാമം ചൊല്ലലോ അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ ശരിക്കും പ്രയോജനമൊന്നും ഇല്ലേ എന്ന് പലരും എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട്. കാരണം അവരെല്ലാവരും മുടങ്ങാതെ ഇപ്പൊ എന്റെ മെസ്സേജ് കേൾക്കുന്നതിന് മുന്നമേ ഇതൊക്കെ കേട്ടുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ്. പക്ഷെ എന്റെ മെസ്സേജ് കേട്ടപ്പോൾ അവർക്ക് സൃഷ്ടാവായ ദൈവമായിട്ട് ആ ഹൈ തലത്തിലോട്ട് എത്തണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഈ കാര്യങ്ങളെല്ലാം മുറ പോലെ വർഷങ്ങളോളം ചെയ്തുകൊണ്ടിരുന്നത് നിർത്താനുള്ള ഒരു വിഷമവും ഉണ്ട്. കാരണം അത് എല്ലാവർക്കും അങ്ങനെയാണ്. നമുക്ക് ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യം പെട്ടെന്ന് വേണ്ട അല്ലെങ്കിൽ മാറ്റണം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്കത് പറ്റൂല. കാരണം നമ്മളെ മനുഷ്യന്റെ മനസ്സിന്റെ രീതി അങ്ങനെയാണ്. ശീലിച്ചത് പഠിച്ചത് പെട്ടെന്ന് മാറ്റാൻ പാടാണ്. അപ്പൊ അങ്ങനെയുള്ള അവർക്ക് ഞാൻ ഫോൺ ചെയ്തൊക്കെ ചോദിക്കുമ്പോൾ പല വിശദീകരണങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതിലെ ചില കാര്യങ്ങളൊക്കെയാണ് ഞാനിപ്പോ നിങ്ങൾക്കൊക്കെ പറഞ്ഞു തരുന്നത്. ഈ വിളിക്കുന്ന പലരും എത്രയോ വർഷം കൊണ്ട് ലക്ഷക്കണക്കിന് പ്രാവശ്യം അവരുടെ ഇത്രയും നാളത്തെ ആയുസ്സിൽ ചിലപ്പോൾ കോടി ഒക്കെ ആയി കാണുമായിരിക്കാം ഈ നാമജപമൊക്കെ ചെയ്ത് വരുന്നവരാണ്. പക്ഷെ വിഷയങ്ങൾക്കോ പ്രശ്നങ്ങൾക്കോ കഷ്ടപ്പാടുകൾ ദുരന്തം ഇതിലൊന്നും മാറ്റങ്ങളൊന്നുമില്ല. പക്ഷെ ഇതൊക്കെ ഭാവിയിൽ എല്ലാം മാറി നല്ല സന്തോഷകരമായ ജീവിതം ഒക്കെ കിട്ടും, കുടുംബമൊക്കെ രക്ഷപ്പെടും എന്ന് വിചാരിച്ച് പലരും ഇത് ഞാൻ തുടർന്നുകൊണ്ടിരിപ്പുണ്ട്. അപ്പൊ അവരുടെതൊക്കെ ഞാൻ പറയുന്നത്, ഇപ്പോ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഇപ്പോ ഞാൻ തന്നെ എന്നെ തന്നെ ഞാനിപ്പോ ദൈവിക കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിപ്പുണ്ട്, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തരുന്നുണ്ട്, ഇതൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ നിങ്ങളിത് കേട്ടിട്ട് ആ പുള്ളി ദൈവത്തിന്റെ ഒരാളാണ്, ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് വെറുതെ ഒരു നിങ്ങളുടെ വീട്ടിലൊരു മൂലയിലിരുന്ന് ഒരു 1-2 മണിക്കൂർ ഇരുന്ന് ആ സുജോരാജൻ 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 ഇങ്ങനെ ഒരു 100 പ്രാവശ്യമോ 200 പ്രാവശ്യമോ ഡെയിലി ചൊല്ലിയാൽ നിങ്ങളുടെ വിഷയങ്ങൾ പ്രശ്നങ്ങൾ മാറുമോ? കാരണം ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നുണ്ട്. ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇതാണ് പ്രകൃതി വ്യവസ്ഥ, ഇതാണ് ആ വ്യവസ്ഥ, ഇത് ഇങ്ങനെയാണ്, ഇതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ പ്രശ്നം വരുന്നത്, ഇതാണ് നെഗറ്റീവ്, ഇതാണ് പോസിറ്റീവ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം പറഞ്ഞു തരുമ്പോൾ ഈ പറയുന്ന വ്യക്തി ദൈവത്തിന്റെ ഒരാളാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ എന്റെ പേര് ഇങ്ങനെ 100 പ്രാവശ്യമോ 1000 പ്രാവശ്യമോ പറഞ്ഞിരുന്നാൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇതേപോലെയാണ് ഈ ഹരേ രാമ ഹരേ കൃഷ്ണ ഇങ്ങനെ 1000 പ്രാവശ്യം പറയുന്നു എന്നൊക്കെ പറഞ്ഞതിനകത്ത് പലരും വിളിക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ശരിക്കും പറഞ്ഞാൽ അവിടെ പ്രയോജനം ഇല്ല. എന്നാൽ കുറച്ച് പ്രയോജനമുണ്ട്. അതെന്താണ് എങ്ങനെയാണെന്നൊക്കെയാണ് ഞാൻ പിന്നെ ഇപ്പൊ വിശദീകരിച്ച് പറഞ്ഞു തരുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് ഈ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നും കൊണ്ട് അല്ലെ ഈ നാമജപം ചെയ്തുകൊണ്ടിരുന്നെന്നും പറഞ്ഞ് നിങ്ങളുടെ വിഷയങ്ങളെ പ്രശ്നങ്ങളൊന്നും മാറില്ല. കാരണം ഇവരൊക്കെ വന്ന് പഠിപ്പിച്ച കാര്യങ്ങളും മാതൃക കാണിച്ച ആ ജീവിത രീതി ഇതൊക്കെ മാറാതെ അല്ലെ ആ ലെവലിലേക്ക് നമ്മൾ ഉയരാതെ പ്രശ്നങ്ങൾ എങ്ങനെ സോൾവ് ആവും? ഇപ്പൊ ക്രിസ്ത്യൻസ് ചിലർ പറയും ജപമാല ചൊല്ലി മറിയം അമ്മയെ സ്തുതിച്ചും കൊണ്ട് 100 പ്രാവശ്യം 200 പ്രാവശ്യം ജപമാല ചൊല്ലിയിരിക്കും എന്നൊക്കെ പറഞ്ഞ് പല പല കാര്യങ്ങളൊക്കെ ഇങ്ങനെ എൻ്റെ അടുത്ത് പറയാറുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, നിങ്ങളിങ്ങനെ ഈ യേശുവിന്റെ അമ്മ മറിയ അതി പരിശുദ്ധ വിശുദ്ധ ഓക്കെ ആ അമ്മയെ പുകഴ്ത്തിക്കൊണ്ട് ഈ 100 200 500 പ്രാവശ്യം ഒരു മാലയും പിടിച്ച് ഇങ്ങനെ ഇരുന്നാൽ നിങ്ങൾ എങ്ങനെ വിശുദ്ധിയാവും? അമ്മ എങ്ങനെ വിശുദ്ധയായി? ആ അമ്മയെ കണ്ട് നിങ്ങളും മാതൃകയായ ആ അമ്മയെ നോക്കി നിങ്ങളും പഠിച്ച് ആ അമ്മയെ പോലെ നിങ്ങളും ആയാലല്ലേ നിങ്ങളുടെ കുടുംബത്തിന് വ്യത്യാസം വരുള്ളൂ. ഇത് അമ്മയെ പുകഴ്ത്തിക്കൊണ്ട് അമ്മ നല്ലവളാണ്, അമ്മയ്ക്ക് ദൈവത്തിന്റെ സ്ഥാനമുണ്ട്, അമ്മ അങ്ങനെയാണ്, അമ്മ ഇങ്ങനെയാണ് പറഞ്ഞാൽ അമ്മയെ ഇങ്ങനെ പുകഴ്ത്തി 100 പ്രാവശ്യവും 200 പ്രാവശ്യവും ഇങ്ങനെ ഇരിക്കുകയും പക്ഷെ ഇവരുടെ വിഷയങ്ങളൊന്നും മാറുന്നില്ല. ഇതേപോലെ തന്നെയാണ് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ചില മുസ്ലിംസ് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടാക്കുന്ന മുസ്ലിംസിനെ എനിക്കറിയാം. അതേപോലെ തന്നെ മുസ്ലിംസിൽ തന്നെ ചില വാക്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിൽ പഠിച്ചിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളുണ്ട്. പക്ഷേ വിഷയങ്ങളും പ്രശ്നങ്ങളും മാറുന്നില്ല. ഈ പ്രശ്നം മാറണമെങ്കിൽ ഈ വ്യക്തികൾ എന്താണോ നമുക്ക് മാതൃകയാക്കി തന്നത്, അല്ലെങ്കിൽ ഖുറാനിലൂടെ ആണെങ്കിലും ഭഗവത്ഗീത ആണെങ്കിലും ബൈബിളിലൂടെ ആണെങ്കിലും ഒരു മനുഷ്യനെ എങ്ങനെ മാറണം, എന്താണ് മനുഷ്യൻ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് പ്രകൃതി അല്ലെ ശരി തെറ്റ്, ഇതൊക്കെ തിരിച്ചറിഞ്ഞ് നമ്മൾക്കൊരു മാറ്റം വരുമ്പോഴാണ് ശരിക്കും പറഞ്ഞ നമ്മുടെ ജീവിത സാഹചര്യത്തിലും മാറ്റങ്ങൾ വരുന്നത്. നമ്മുടെ മനസ്സ് മാറണം, നമ്മുടെ പ്രവൃത്തി മാറണം, നമ്മുടെ സ്വഭാവം മാറി കാണിക്കണം. എങ്കിലേ സാഹചര്യങ്ങളിലും മാറ്റം വരുള്ളൂ. എങ്കിലേ മറ്റു അതിർ ശക്തികൾ നിമിത്തങ്ങൾ മാറ്റി നമുക്കെല്ലാം പോസിറ്റീവായി വരുള്ളൂ. ഇതാണ് ഇതിന്റെ അടിസ്ഥാനം. പക്ഷേ ഞാനീ പറയുന്നത് ജ്ഞാനമാർഗമാണ്.
ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യം തന്നെ മനസ്സിലാക്കി ഉൾക്കൊണ്ടു പോകും. അപ്പൊ അതാണ് ശരി, അപ്പൊ ഇങ്ങനെ വേണം ചെയ്തെന്ന് ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ ബുദ്ധിപരമായി നിങ്ങൾ പ്ലാൻ ചെയ്ത് ഓരോന്ന് ഒഴിവാക്കേണ്ടത് ഒഴിവാക്കി മാറേണ്ടത് മാറി, കാരണം നിങ്ങൾ ചിന്തിച്ച് അറിഞ്ഞ് ചെയ്ത് പോകുന്നതാണ് ഈ ജ്ഞാനമാർഗം എന്ന് പറയുന്നത്. കാരണം അതിനാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത്. ഇതിൽ ഭക്തിയുണ്ട്. ഇത് ഞാനീ പറയുമ്പോൾ 3 കർമ്മവും ഭക്തിയും ജ്ഞാനും ഒക്കെ മിക്സാക്കി കൊണ്ടുപോകുന്ന ഒരു തലമാണ് ഞാൻ ഈ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഒത്തിരി പാടാണ്. പക്ഷെ ഇത് പാടായിട്ടുള്ളവരാണ് ഞാനീ പറയുന്ന പല കാര്യങ്ങളും അങ്ങോട്ട് മനസ്സിലാകാതെ, കാര്യം സംശയങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യം പോലും ആയിരിക്കില്ല അതിന്റെ സംശയമായിട്ട് ചോദിക്കുന്നത്. ഞാൻ അങ്ങനെ കാര്യമേ പറഞ്ഞാണില്ല. പക്ഷെ എന്തോ പറഞ്ഞോന്ന് വെച്ചാൽ എന്തോ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ പൂർണ്ണമായി അവർ മനസ്സിലാക്കിയത് എന്തോ തെറ്റായ രീതിയിലാണ്. എന്നിട്ട് സംശയം ചോദിക്കണതേ ഒരു തെറ്റായ സംശയമാണ്. ഞാൻ പറയാത്ത കാര്യത്തെക്കുറിച്ച് ഇല്ലാത്തൊരു സംശയമൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇവർക്കൊന്നും ഞാനീ പറയുന്ന കാര്യം ശരിക്കും അങ്ങോട്ട് ഗ്രഹിക്കാൻ പറ്റില്ല. കാര്യം അത്രയും ജ്ഞാനം ആവുന്നില്ല. അങ്ങനെ അത്തരക്കാർക്കാണ് ശരിക്കും ഈ നാമജപിക്കലും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള 1000 പ്രാവശ്യവും 2000 പ്രാവശ്യവും ഉള്ള ജപം, അതിലൂടെ ഇവരെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത് ഈ ജ്ഞാനത്തിലൂടെ നമുക്ക് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ ദൈവമായിട്ട് അടുക്കാൻ കഴിയാത്ത, അത്ര വളർച്ചയില്ലാത്ത ആത്മാക്കൾക്ക് വേണ്ടിയിട്ടാണ് ഈ നാമജപമൊക്കെ ഉള്ളത്. പക്ഷെ ഇതിൽ തൃപ്തി ഇല്ലാത്തവർക്ക് എന്റെ മാർഗത്തിലൂടെ അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്നത് പോലെ അറിഞ്ഞും കണ്ടും മനസ്സിലാക്കിയും സ്വന്തമായി പ്രയത്നിച്ചും ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു മാർഗം നിങ്ങൾക്ക് ചെയ്യാം. കാരണം ഇത് ബാലിഷ്യമായ രീതിയിൽ ഇപ്പോ രാമന്റെ ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ കൃഷ്ണ എന്നൊക്കെ ഇങ്ങനെ ഈ പറഞ്ഞ 1000 പ്രാവശ്യം ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒത്തിരി ജ്ഞാനം ഉള്ളവർക്ക് ഇതെന്തിനിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്തൊരു പ്രയോജനം? അത് വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ഇങ്ങനെ ചിന്ത വരുന്ന നിങ്ങൾക്ക് അത് പറ്റൂല. നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന അടുത്ത തലത്തിലോട്ടുള്ള ഇത്തിരി ഉയർന്ന തലത്തിലോട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പോകുന്ന മാർഗമാണ് നിങ്ങൾക്ക് പറ്റുള്ളൂ. പക്ഷെ ഞാൻ ഇപ്പൊ പറയുന്നത് ഇതൊന്നും മനസ്സിലാക്കാൻ ഗ്രഹിക്കാൻ പറ്റാത്ത ആത്മാക്കൾക്ക് വേണ്ടി, അവരും നരകത്തിലോട്ടൊന്നും പോകില്ല, മോക്ഷം കിട്ടൂല എന്നും പറയാനും പറ്റൂല. അവർക്ക് അവരുടേതായ ഒരു സ്വർഗമുണ്ട്, ദൈവത്തിന്റെ ഒരു മണ്ഡലം അവർക്കുണ്ട് പ്രകൃതിയിൽ. അതിലോട്ട് ഇവർ പോയിരിക്കും. ഈ ഭക്തി മാർഗത്തിൽ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്തു പോകുന്നവർക്ക് അതിലോട്ട് പോകും. ജ്ഞാനം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ എന്റെ മാർഗം എന്ന് പറഞ്ഞാൽ ഈ ജ്ഞാനത്തിലോട്ട് മാക്സിമം ആൾക്കാർ എത്തിക്കുക എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അതിലോട്ട് തന്നെ ബൂസ്റ്റ് ചെയ്ത് ഇങ്ങനെ പറയുന്നത്. ഇനി ഇതിന്റെ തിയറി ഞാൻ പറഞ്ഞുതരാം. ഇതും ഈ നാമജപത്തിന്റെ പിന്നിലും കാര്യങ്ങളുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. ജ്ഞാനം വേണ്ടവർക്ക് ഇതിന്റെ അകത്തുനിന്ന് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഗ്രഹിച്ചെടുക്കാം. അത്ര വളരാത്തവർക്ക് ഈ നാമജപത്തിലൂടെ തന്നെ മുന്നോട്ട് പോകാം. പക്ഷെ അതിന്റെ പിന്നിലുള്ള തിയറികളും ഞാൻ പറഞ്ഞുതരാം. നാമജപം എന്ന് പറയുമ്പോൾ ഈ മെയിനായിട്ട് നിങ്ങൾ ഇനി ചെയ്യേണ്ടത് സൃഷ്ടാവായ ദൈവത്തിന്റെ അവതാരമായി വന്നവരെ അവരുടെ നാമം നിങ്ങൾക്ക് ജപിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ മറ്റേതെങ്കിലും ദേവിയോ ദേവന്റെയോ നാമങ്ങൾ ജപിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ ആത്മാവ് അതിലോട്ടേ പോവുള്ളൂ, ആ ഒരു തലത്തിലോട്ട് പോകുള്ളൂ. ഏറ്റവും ബെസ്റ്റ് ഇപ്പം ഈ പറഞ്ഞതുപോലെ കൃഷ്ണനെയും രാമനെയും സ്തുതിച്ചുകൊണ്ടുള്ള നാമജപം ചെയ്യാം. കാരണം അവര് നേരിട്ട് സൃഷ്ടാവ ദൈവത്തിന്റെ അവതാരങ്ങളാണ്. അപ്പൊ അതിൽ ജപിച്ചിരിക്കുന്നവർക്ക് അവരുടെ ഒരു തലമുണ്ട്. അവർക്ക് കൊടുത്തിരിക്കുന്ന ആ മനസ്സിന് കൊടുത്തിരിക്കുന്ന ഒരു തലത്തിലോട്ട് നിങ്ങളുടെ മനസ്സും മോക്ഷപ്രാപ്തിയിലോട്ട് പോകും. ഇപ്പൊ കൃഷ്ണഭക്തിയിലുള്ളവരാണെങ്കിൽ ആ കൃഷ്ണഭക്തിയിലുള്ളവർക്ക് വരാൻ വേണ്ടിയിട്ട്, കാര്യം കൃഷ്ണനിലൂടെ സൃഷ്ടാവാൻ ദൈവത്തിലേക്ക് എത്താതെ ആ കൃഷ്ണൻ വരെ വന്ന് നിൽക്കുന്ന ആൾക്കാരുടെ ആ മോക്ഷപ്രാപ്തിയിലേക്ക് പോകാനായിട്ട് ഒരു തലമുണ്ട്. നിങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റും. അതുപോലെ രാമന്റെ ലെവലിൽ നിൽക്കുന്നവർക്ക് അങ്ങോട്ട് പോകാൻ പറ്റും. അപ്പൊ ഈ നാമജപത്തിലൂടെ ഹരേ രാമ ഹരേ കൃഷ്ണയോ അല്ലെങ്കിൽ ചിലര് ദേവി നാമങ്ങൾ പറയാറുണ്ട്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ആ ദേവി ചൈതന്യത്തിന്റെ ഒരു അംശമായിട്ട് അങ്ങോട്ട് പോകും. പക്ഷെ അതിൽ പ്രധാനമായി നിങ്ങൾ ചിന്തിക്കേണ്ടത് അത്തരക്കാർക്ക് ഞാൻ പ്രധാനമായി പറഞ്ഞിരുന്ന കാര്യങ്ങൾ, നിങ്ങൾ നാമജപം ചെയ്യുമ്പോൾ രൂപം മനസ്സിൽ കാണരുത്. രൂപം മനസ്സിൽ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്നത് പോലെ മനുഷ്യനിർമ്മിതമായ ഭാവനാ രൂപങ്ങളിലൂടെയെല്ലാം ഇപ്പൊ മനുഷ്യനെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നത് ചില ആസുരിക ശക്തികളാണ് ഈ കാലഘട്ടത്തിൽ. കാരണം എല്ലാ രൂപങ്ങളെ നോക്കി രക്ഷിക്കണേ എന്നാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രാർത്ഥനാ കേന്ദ്രങ്ങളിലും മനുഷ്യനിർമ്മിത രൂപങ്ങളിലൂടെയൊക്കെ മനുഷ്യനെ സ്വാധീനിച്ച് പിടിച്ചിരിക്കുന്നത് ഈ ആസുരിക ശക്തികളായതുകൊണ്ട് നാമം നിങ്ങൾക്ക് ജപിക്കാം, രൂപം മനസ്സിൽ കാണരുത്. ഇനി നിങ്ങൾക്ക് രൂപം പോലും കാണാൻ പറ്റുന്നില്ല എങ്കിൽ ജസ്റ്റ് ഒരു വിളക്ക് കത്തിച്ച് വെച്ച് ആ തീയിൽ നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് നാമജപം ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പോഴും ഈ തീയുടെ രൂപയെ കാണുള്ളൂ. മറ്റു രൂപങ്ങളോ മനുഷ്യരുണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ AI പടങ്ങളാണ്. ഇപ്പൊ AI രൂപങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അതൊന്നും ചിന്തിക്കരുത്. അതൊക്കെ നമുക്ക് ദോഷം അല്ലെങ്കിൽ ഒന്നും ഉദ്ദേശിച്ച ലെവലിലേക്ക് എത്തൂല. തീ കത്തിച്ച് വെക്കാം. ആ തീയിൽ നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് നാമജപം ചെയ്യാം, കുഴപ്പമില്ല. ഇനി നാമജപം ചെയ്യുമ്പോൾ
ശ്രദ്ധ എപ്പോഴും ആ നാമത്തിലായിരിക്കണം. നിങ്ങൾ അതൊക്കെയാണ് അടുത്ത് ശ്രദ്ധിക്കേണ്ടത്. അത് ഞാനീ പറയുന്നത് ഹൈ തലത്തിലോട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതല്ല. ഭക്തിയിൽ നിന്നും കൊണ്ട് ഈ രീതിയിൽ നാമജപത്തിലൂടെയൊക്കെ ദൈവത്തിലോട്ട് അടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഭക്തിയിലുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അവർക്ക് വേണ്ടിയിട്ടാണ്. കാരണം ചില മെസ്സേജൊക്കെ ഞാൻ പറയുമ്പോൾ അത് സാറ് അന്ന് അങ്ങനെ പറയുന്നു, ഇപ്പൊ ഇങ്ങനെ പറയുന്നു എന്നൊക്കെ പറഞ്ഞ ചിലർ കമന്റുകൾ ചോദിക്കാറുണ്ട്. അത് അവർക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ് ഞാനീ പറയുമ്പോൾ ഏറ്റവും താഴെ തട്ടിലുള്ളവർക്കും മനസ്സിലാക്കാൻ അവർക്ക് വേണ്ട കാര്യങ്ങളും പറയും, ഏറ്റവും ഹൈയിലോട്ട് പോകുന്നവർക്കും അതിന്റെ കാര്യങ്ങൾ പറയും. പക്ഷെ ഏറ്റവും ഹൈയിലോട്ട് പോകേണ്ടവർക്കുള്ള കാര്യങ്ങളൊന്നും ഞാൻ എന്റെ പബ്ലിക്കായിട്ട് യൂട്യൂബിലൂടെ പറയുന്നില്ല. അവര് നേരിട്ട് എന്നോട് സംസാരിക്കുകയും അവരുടെ സംശയങ്ങൾ ക്ലിയർ ചെയ്ത് വരുമ്പോൾ എനിക്ക് അറിയാൻ പറ്റും അവർ ഏറ്റവും ഹൈയിലോട്ട് എത്തുന്ന ലെവലിലേക്ക് എത്തിയോ ഇല്ലെന്ന്. അവർക്ക് മാത്രമേ ഞാൻ ഏറ്റവും ഹൈയിലോട്ടുള്ള ചില കാര്യങ്ങളും രഹസ്യങ്ങളും മർമ്മങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുള്ളൂ. പക്ഷെ ഏറ്റവും ലോയും ഞാൻ എൻ്റെ അത് പറയുന്നില്ല, ഏറ്റവും ലോയും പറയുന്നില്ല. പക്ഷെ അതിനപ്പുറത്തോട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. അപ്പൊ ഏറ്റവും ലോ എന്ന് പറയുന്നത് ഏതെങ്കിലും രൂപമൊക്കെ എടുത്തു വെച്ച് ഇതാണ് ദൈവം അല്ലെ ഈ ദേവിയാണ് എന്റെ എന്ന് പറഞ്ഞുകൊണ്ട് ആ രൂപത്തെ നോക്കിക്കൊണ്ട് അതിൽ കെട്ടിപ്പിടിച്ചും അതിൽ മാലയിട്ടും അതിൽ ചന്ദനം തേച്ചും അതിൽ കുങ്കുമമൊക്കെ തേച്ച് പൂവെറിഞ്ഞും ആ പടത്തിനെയിട്ട് ആരാധിച്ച് ആ അങ്ങനെ പേര് പ്രാർത്ഥിച്ചിരിക്കുന്നതൊക്കെ ഏറ്റവും ലോയാണ്. അത് അല്ല, അത് എന്റെ മേഖലയിലില്ല. ഈ നാമങ്ങൾ 1000 വട്ടോ 2000 വട്ടോ 3000 വട്ടോ 100 പ്രാവശ്യമൊക്കെ നിങ്ങൾക്ക് നാമം ചൊല്ലി നിങ്ങൾക്ക് ഭക്തിയിലേക്ക് നാമം ചൊല്ലാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഹൈ കോൺസെൻട്രേഷൻ മൈൻഡ് ആയിരിക്കണം. ഈ നാമം ചൊല്ലുന്ന സമയത്ത് ഞാൻ മിക്കതും കണ്ടിട്ടുള്ളതാണ്, കിച്ചണിൽ അടുപ്പിൽ എന്തെങ്കിലും സാധനം വെച്ചിട്ടുണ്ടായിരിക്കും, അത് എന്തോ ഇല്ലയോ ചിന്തിച്ചുകൊണ്ടിരിക്കും. ഹസ്ബൻഡ് സ്ത്രീകളുടെ കേസാണെങ്കിൽ ഹസ്ബൻഡ് എത്താറായി, അയ്യോ എത്തിയില്ലല്ലോ, ഇടയ്ക്ക് സമയം നോക്കിക്കൊണ്ടിരിക്കും. കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നില്ല, പഠിക്കുകയാണോ അതോ വേറെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും, ഇടയ്ക്ക് അങ്ങോട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ ശ്രദ്ധ മാറിയുള്ള നാമം ചൊല്ലലിന് ഫലം വരില്ല. നാമം ചൊല്ലുമ്പോൾ ഫുൾ ആ എന്ത് പറയുന്ന നാമത്തിലായിരിക്കണം നമ്മുടെ കോൺസെൻട്രേഷൻ. ആ ഒരു വ്യക്തി ഭൂമിയിൽ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ശക്തി ഭൂമിയിൽ നമ്മളെ സഹായിച്ചിട്ടുണ്ട്, ഇന്നും നമ്മളെ സഹായിക്കാനായ ചൈതന്യം ഉണ്ട് എന്ന് ഉള്ളിൽ ധരിച്ചും കൊണ്ട് ആ നാമത്തിൽ ശ്രദ്ധിച്ച് വേണം നാമം ചൊല്ലേണ്ടത്. ഇത് എന്തിനാണ് പണ്ടുള്ള ആചാര്യന്മാർ ഈ നാമം ചൊല്ലിച്ച 1000 പ്രാവശ്യമോ 2000 പ്രാവശ്യമോ കോടിക്കണക്കിന് വരെ കണക്കുകൾ പറയുന്നുണ്ട്. ഇതൊക്കെ ചൊല്ലേണ്ട കാരണം എന്താണ് എന്ന് വെച്ചാൽ, നമ്മൾ എത്രത്തോളം മനസ്സ് കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ ആ ഭക്തിയിൽ ഈ നാമം ചൊല്ലുമോ അത്രത്തോളം നമ്മുടെ മനസ്സ് ശുദ്ധമാവും. എങ്ങനെ ശുദ്ധമാവും അതാണ് പറയാൻ പോകുന്നത്. നമുക്ക് ഈ ദുഷ്ചിന്തകള്, അസൂയ ചിന്തകള്, മറ്റുള്ളിടത്തുള്ള പിറുപിറുപ്പ്, ആവശ്യമില്ലാതെ ഉത്കണ്ഠ വെച്ചും കൊണ്ട് നമ്മൾ തന്നെ മനസ്സിനായിട്ട് പ്ലാൻ ചെയ്ത് കഥ രൂപേണ ഭാവന ചെയ്ത് ടെൻഷനടിച്ചിരിക്കുന്ന പരിപാടി ഇപ്പം സംഭവമൊന്നും കാണൂല. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നമ്മളെ മകനോ മകളോ പഠിക്കാനൊക്കെ പോയി വരാൻ കുറച്ച് ലേറ്റായി. സ്വാഭാവികമായിട്ട് എല്ലാവരും ചിന്തിക്കുന്നത് എന്ത് പറ്റിക്കാണും, അങ്ങനെ പറ്റിക്കാണും, ഇങ്ങനെ പറ്റിക്കാണും, ഇതായിരിക്കും കാണും. ചിലപ്പോൾ മൊബൈൽ വിളിച്ചിട്ട് മൊബൈലിൽ എടുക്കുന്നില്ല, ഉടനെ മനസ്സങ്ങ് ഓടാൻ തുടങ്ങും. ഇങ്ങനെ ഓടി 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 അവസാനം വണ്ടി ഇടിച്ചു കാണും, ആക്സിഡന്റ് പറ്റിക്കാണും, ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയി കാണും. ഇങ്ങനെയൊക്കെ നമ്മൾ മനസ്സിനെ നമ്മൾ പോലും അറിയാതെ ഓടിക്കൊണ്ടിരിക്കും, അത് ഓട്ടിച്ചുകൊണ്ടേയിരിക്കും. ഈ ഓട്ടമാണ് നമ്മൾ കൂടുതലും നെഗറ്റീവായിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഓടാതെ നമ്മൾ ഓടാത്ത ലെവലിലേക്ക് ഈ നാമജപം നമ്മളെ സഹായിക്കും. അതായത് ഇപ്പൊ 100 പ്രാവശ്യം 200 പ്രാവശ്യം നാമം ജപിക്കുമ്പോൾ ഈ മനസ്സ് നമ്മൾ ഇതിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യും, നാമത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുമ്പോൾ ഇങ്ങനെ ആവശ്യമില്ലാത്ത ദുഷ്ചിന്തകളിലേക്ക് നമ്മൾ മനസ്സ് കിടന്ന് ഓടൂല. അങ്ങനെ ഓടിയ ഈ എണ്ണം തയ്ക്കാൻ പറ്റൂല. ഇപ്പൊ ഒരു ദിവസം 1000 പ്രാവശ്യം നാമം ജപം വേണം എന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ട് നിങ്ങൾ മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഈ 1000 തികയ്ക്കുമ്പോൾ ഈ സമയം അത്രയും ഇതിൽ പോകുകയാണ്. ഈ 1000 തികയ്ക്കണം, ഇത്രയും കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങൾ 1000 തികയ്ക്കണം. അപ്പം മനസ്സ് ആവശ്യമില്ലാത്തതിൽ കിടന്നുള്ള ഓട്ടം നിങ്ങൾ പോലും അറിയാതെ നിൽക്കുന്നത് കൊണ്ടാണ് നിങ്ങളുടെ മനസ്സ് ശുദ്ധമാവുന്നത്. ഇതാണ് ഇതിന്റെ വഴി. ഒന്നുകിൽ ഞാൻ ഈ പറയുന്നത് പോലെ കാര്യങ്ങൾ മനസ്സിലാക്കി മനസ്സിനെ ഓടാതെ പിടിച്ചു വെച്ച് നമ്മൾ നിയന്ത്രിച്ച് പഠിക്കുക, ഇല്ലെങ്കിൽ ഓടാതിരിക്കുക. നിങ്ങൾ ചിന്തിക്കേണ്ട മാക്സിമം നാമത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് ഒരു ദിവസം ഒരു 1000 പ്രാവശ്യം നിങ്ങൾ ചൊല്ലിക്കും. ഇതിന് വേണ്ടിയിട്ടാണ് പണ്ടുള്ള ആചാര്യന്മാർ ഇത് ചൊല്ലിവെച്ചത്. അല്ലാതെ ആ രാമന്റെയോ കൃഷ്ണന്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ശക്തിയുടെയോ പേര് 1000 പ്രാവശ്യം പറഞ്ഞതും കൊണ്ട് എവരാരെങ്കിലും പ്രീതിപ്പെട്ട് നിങ്ങളുടെ ഇന്ന കാര്യം സാധിച്ചു തരും എന്ന് വിചാരിക്കേണ്ട. നിങ്ങളുടെ മനസ്സ് കോൺസെൻട്രേറ്റഡിൽ നിന്നും കൊണ്ട് 1000, 2000, 3000 പ്രാവശ്യം ഈ നാമം ചൊല്ലും തോറും നിങ്ങളുടെ മനസ്സ് തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യത്തിലോട്ട് ഓടൂല. അപ്പുറത്തവരുടെ അസൂയ, അമ്മായിയമ്മ പോര്, ഒരു മെയിൻ ഉദാഹരണം പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ തന്നെ നിങ്ങളൊരു അമ്പലത്തിലോ അല്ലെ തൊട്ടടുത്ത് എവിടെയെങ്കിലും ഒരു നാമജപം 2 മണിക്കൂറോ 3 മണിക്കൂറോ എല്ലാവരും കൂടെ ഇരുന്ന് ഒരു 1000 പ്രാവശ്യം 2000 പ്രാവശ്യമോ 5000 പ്രാവശ്യം ഒരു നാമജപത്തിന് പോകുന്നു എന്ന് വെച്ചോ. നിങ്ങളുടെ വീട്ടിൽ തന്നെ അമ്മായിയമ്മ പോര് ഭയങ്കര രൂക്ഷമായിട്ടുള്ളൊരു വീടാണെന്ന് വെച്ചോ.
ഈ അമ്മായിയമ്മയും മരുമോളും കൂടെ അവിടെ പോയിരുന്ന് നാമജപത്തിൽ ഒരു 3 മണിക്കൂർ ഒരു 4 മണിക്കൂർ അവിടെ പോയി ഇരുന്നാൽ എന്ത് നല്ല സമാധാനം ആ കുടുംബത്തിന് കിട്ടും. അതേസമയം രണ്ടും കൂടെ വീട്ടിൽ ഒരു കാര്യമില്ലാതെ ഒരു പാചകമോ എന്തെങ്കിലും ആയിട്ട് TV ഓൺ ചെയ്തും കൂടെ രണ്ടുപേരും വീട്ടിലിരിക്കും നോക്ക്, ആ ഇരിക്കുന്ന ആ 5 മിനിറ്റിനകത്ത് അടി തുടങ്ങും, പ്രശ്നങ്ങളും വിഷയങ്ങളും വന്നുകൊണ്ടിരിക്കും, രണ്ടുപേരും നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കും. അതേസമയം രണ്ടുപേർക്കും ഹോംവർക്ക് കൊടുക്കും പോലെ ഒരു 2000 പ്രാവശ്യം നാമം ജപിക്കണം എന്ന് പറഞ്ഞ് രണ്ടുപേരും അങ്ങ് ഉള്ളിൽ ഒരു തീക്ഷ്ണത വന്നിരുന്നാൽ ഇവർക്ക് അടികൂടാനുള്ള സമയം കിട്ടൂല. കാരണം അത് കോൺസെൻട്രേറ്റ് ചെയ്യണം, ആ കാര്യം സാധിക്കണമെങ്കിൽ 1000 പ്രാവശ്യം പറയണം. അപ്പൊ ഈ 1000 അല്ലെങ്കിൽ 2000 പ്രാവശ്യം പറയുന്നതിലല്ല കാര്യം, ആ അത്രയും സമയം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ഭക്തിയിലിരിക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മൾ പോസിറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആവശ്യമില്ലാത്ത രീതിയിൽ നമ്മൾ നെഗറ്റീവ് ആകുന്നില്ല. അങ്ങനെ നമ്മൾ തന്നെ പോസിറ്റീവ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിലുള്ള ആ തടസ്സം മാറി നമ്മുടെ കാര്യം പോസിറ്റീവായി മാറിക്കൊണ്ടേയിരിക്കും. ഇതാണ് ഇതിന്റെ പിന്നിലെ ഒരു തിയറി. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ നിങ്ങൾക്ക് ഈ മനസ്സിലാക്കിയതുപോലെ നിങ്ങൾക്ക് നാമജപം ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ചെയ്യുന്ന സമയത്ത് ആ നാമത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഭക്തിയിൽ ചെയ്യണം. അവിടെ ഇവിടെ ചിന്തിച്ച് ഇങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. ഇനി അതുമല്ല, ഒരു ദിവസം 1-2 മണിക്കൂർ ഇതിനുവേണ്ടി മാറ്റി നിർത്തി ഒരു മൂലയിൽ വെറുതെ ഇതിനു വേണ്ടി ജപിച്ചിരുന്നിട്ട് ബാക്കി സമയത്ത് പോയി അടിയും വഴക്കും ബഹളവും അസൂയയും കുശുമ്പും നുണപറച്ചിലുമായിട്ട് നടന്നാൽ ഇതിന് ഫലമില്ലാതായി പോവും. ഇത് മനസ്സിൽ ചൊല്ലിക്കൊണ്ടിരിക്കേണ്ടതാണ് ഏറ്റവും അത്യാവശ്യം. പുറമേ ചൊല്ലുക എന്ന് പറയുന്നതിനെ കാട്ടി പവർഫുൾ നമ്മുടെ മനസ്സിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ആ നാമത്തിൽ ശ്രദ്ധിച്ചും കൊണ്ട് ചൊല്ലി നടക്കുന്നതാണ് നല്ലത്. സദാസമയം ചൊല്ലിക്കൊണ്ടിരിക്കുക. രാവിലെയോ വൈകുന്നേരമോ ഒരു വഴക്കോ എന്തെങ്കിലും വീട്ടിൽ ഉണ്ടാകാൻ വേണ്ടി സാധ്യത ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾ നാമം ചൊല്ലിക്കൊണ്ടിരുന്നാൽ മതി. അങ്ങനെ ചൊല്ലി ഇരുന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആ വഴക്കോടെ ഉണ്ടാവില്ല. കാരണം നമ്മുടെ മനസ്സ് പിന്നെയും ആവശ്യമില്ലാത്തതിലോട്ട് പോകാതെ ഈ ഭക്തിയിലോട്ട് പോകുമ്പോൾ അവിടെ ഒരു വഴക്കോ പ്രശ്നമോ മാറിക്കിട്ടും. ഇതാണ് ഇതിന്റെ പിന്നിലെ യഥാർത്ഥ തിയറി. ആത്മീയമായി ഈ വലിയ ലെവൽ ഞാൻ ഈ പറയുന്ന കാര്യത്തിലൂടെ ജ്ഞാനം ലഭിച്ചു പോകുന്നവർക്ക് പോകാം. അതല്ല ഇത് ചെയ്യണം എന്നുള്ളവര് ഞാൻ ഈ പറഞ്ഞതുപോലെ ഭക്തിയിൽ മനസ്സിൽ ചൊല്ലി സദാസമയം ഒരു എണ്ണം നിങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ട് വേറെ ഒന്നിലും മനസ്സിൽ കിടന്ന് ഓടാതെ കിട്ടുന്ന സമയത്തെല്ലാം ചൊല്ലി ഈ എണ്ണം തേക്കാൻ നോക്കുക. നിങ്ങളുടെ മനസ്സ് ശുദ്ധമാവുക തന്നെ ചെയ്യും. ഓക്കെ, ഇനി ചില കാര്യങ്ങളൊക്കെ അടുത്തത്.